ഉപ്പിലിയപ്പൻ ടെമ്പിളിന്റെ നമ്മൾ തിരുപ്പതി ബാലാജി സെയിം ബാലാജിയാണ് ഇവിടെ. അപ്പൊ തിരുപ്പതി ബാലാജിന്റെ അടുത്ത് പോയാൽ എന്ത് ഇതുണ്ടോ അതേമാതിരി തന്നെ ഇവിടെയാണ്. അപ്പൊ ഇവിടെ വളരെ സ്പെഷ്യല് കുറച്ച് ഭഗവാൻ കരുണ കൂടുതൽ പറഞ്ഞാല് ഇവിടെ ബാലാജിന്റെ അടുത്ത് എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ച ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവരുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യുന്നത് ഇവിടെ തന്നെ ചെയ്യുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ട് ദൈവം വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഭഗവാനോട് ഉപ്പിലിയപ്പൻ. അപ്പൊ ഉപ്പിലി പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭഗവാന്റെ നൈവേദ്യത്തിൽ ഒരു ഇതിലും ഉപ്പ് ചേർക്കൂല. ഉപ്പിലി സംസ്കൃതത്തിൽ പറയും ലവണ വർജിത വെങ്കടേശ. ലവണ പറഞ്ഞ ഉപ്പില്ലാത്ത ബാലാജി. അപ്പൊ ഡീറ്റെയിൽ സ്റ്റോറി ഇതിലുണ്ട്, വാട്സാപ്പിലുണ്ട്. അപ്പൊ ഇവിടെ മാർക്കണ്ഡേയ ഋഷി തപസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഭഗവാനെ തന്നെ ഒരു എന്താ പറയാ മരുമകനായിട്ട് കിട്ടണം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നത് മാർക്കണ്ഡേയ ഋഷിക്ക്. അപ്പൊ അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് മാർക്കണ്ഡേയ ഋഷിക്ക് ഒരു തുളസി ചെടിയുടെ അടിയിൽ നിന്ന് ഒരു ഭൂമി ദേവി ഒരു സ്വർണ്ണ നിറമുള്ള ചെറിയ കുട്ടിയായിട്ട് ചെടിന്റെ മുടിയിലെ കുട്ടിയായിട്ട് കിട്ടി. ആ കുട്ടിയെ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് 5 വയസ്സായപ്പോ ഭഗവാൻ ഒരു വൃദ്ധനായ ബ്രാഹ്മണനായിട്ട് അതിൽ റൈറ്റ് 5 വയസ്സുള്ള കുട്ടിയുള്ളപ്പോ ഭഗവാൻ ഒരു വയസ്സായ ബ്രാഹ്മണനായിട്ട് വന്നിട്ട് മാർക്കണ്ഡേയ ഋഷി വിളിച്ചു, ഞങ്ങളെ വീട്ടിൽ വരെ പ്രസാദം സ്വീകരിക്കണേ പറഞ്ഞത്. അപ്പോ ആ ഋഷി പറഞ്ഞോണ്ട് വയസ്സായ ആൾ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരാം, പക്ഷെ ഞാൻ എന്ത് ചോദിച്ചാലും തരണം, അതിന് തയ്യാറാണെങ്കിൽ. അപ്പൊ എന്ത് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും തരാം, എൻ്റെ അടുത്തുള്ളത് ഞാൻ തരാൻ പറഞ്ഞു. ശരി പറഞ്ഞു. മാർക്കണ്ഡേയ ഋഷി സമ്മതിച്ചു. വീട്ടിൽ വന്നപ്പോൾ പ്രസാദമൊക്കെ വിളമ്പി പ്രസാദമൊക്കെ കഴിച്ചതിന്റെ സ്വാമി ഞാൻ എന്താ തരണം എനിക്കും ചോദിച്ചു മാർക്കണ്ഡേയ ഋഷി. അപ്പോൾ വയസ്സായ ബ്രാഹ്മണൻ പറഞ്ഞാൽ 90 വയസ്സ് തോനൊക്കെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത് ഇങ്ങനത്തെ ബ്രാഹ്മണൻ. അയാൾ പറഞ്ഞത് ആരാണ് വന്നത്? ആക്ച്വലി ഭഗവാന്റെ ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നതാണ്, പരീക്ഷിക്കുകയാണ് ഭക്തൻ. അപ്പോ ആ ബ്രാഹ്മണന്റെ രൂപത്തിൽ ഭഗവാൻ പറഞ്ഞത് ഞാൻ യജ്ഞം ചെയ്യുന്ന ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ എനിക്ക് ഭാര്യയില്ല, എനിക്ക് ഭാര്യ ഇല്ലാണ്ട് എനിക്ക് യജ്ഞം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ മകളെ കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞു. മകൾക്ക് എത്ര വയസ്സ്? 5 വയസ്സ്. 5 വയസ്സുള്ള ഹസ്ബൻഡിന് ഈ 90 വയസ്സുള്ള ആളെ ചോദിക്കുന്നത്. മാർക്കണ്ഡേയ ഋഷി ഷോക്കായിരുന്നു. ഇതെന്താ ഇയാള് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് ഷോക്കായിട്ട് എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയത്. അതെങ്ങനെ സ്വാമി നിങ്ങൾ ഇത്രയും വയസ്സായാണ്, ഈ ചെറിയ കുട്ടിയല്ലേ, അതൊന്നും പറ്റില്ല, നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അപ്പൊ നീ എന്ത് വന്നാലും ഞാന് നിന്റെ മകളെ കല്യാണം കഴിക്കാനുള്ളത് പോകില്ല പറഞ്ഞു ഈ ഭഗവാൻ ബ്രാഹ്മണന്റെ രൂപത്തിൽ. അപ്പൊ പറയത്രേ എൻ്റെ മകൾക്ക് ഒരു പാചകം ചെയ്യാൻ അറിയില്ല, ചെയ്താലും അതിൽ എത്ര ഉപ്പുള്ളതെന്നുള്ള കാര്യം കൂടെ അറിയില്ല പറയുന്നത്. അപ്പൊ ബ്രാഹ്മണൻ പറയുന്നത് ഉപ്പ് എൻ്റെ മകൾ ഉപ്പേ ഇല്ലാണ്ട് ഉണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ അതന്നെ എൻ്റെ ഫേവറേറ്റ് ഞാൻ കഴിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ വേറെ വഴിയിലാണ് വാക്ക് കൊടുത്തു പോയതുകൊണ്ട് വിഷമത്തോടെ സമ്മതിച്ചു മാർക്കണ്ഡേയ ഋഷി. അപ്പൊ ഭൂമി ദേവിക്ക് അറിയാം വന്നത് സാക്ഷാത് ഭഗവാനാണ്. അപ്പോ നേരെ പോവാ അപ്പൊ അങ്ങനെ കല്യാണത്തിനായി. അപ്പൊ കല്യാണത്തിന് മുഹൂർത്തമൊക്കെ ഫിക്സ് ചെയ്തപ്പോ ആ മുഹൂർത്ത ദിവസത്തിന് ഭഗവാൻ സാക്ഷാത് തിരുപ്പതി വെങ്കടേശ്വരനായിട്ട് ചങ്കിചക്രം പിടിച്ച് നവസുന്ദരനായിട്ട് കിരീടം കൊണ്ട് മഞ്ഞ പീതാംബരം പിടിച്ച് എല്ലാ 33 കോടി ദേവതകൾ കൂടെ വന്നിട്ടുണ്ട് കല്യാണത്തിന്. എല്ലാവരും കൂടെ വന്ന് ഈ സ്ഥലത്താണ് കല്യാണം നടന്നത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ആകാശനഗരി. നേരെ പോട്ടോ, ആകാശനഗരി, നേരെ ആകാശനഗരി, അതായത് വൈകുണ്ഠ വിണ്ണകരം, വൈകുണ്ഠത്തുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അതാണ് അങ്ങനെ ഭഗവാൻ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ വാക്ക് കൊടുത്തില്ല ഉപ്പില്ലാതെ പ്രസാദം കഴിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അമ്പലത്തിനുള്ളിൽ ആരും ഉപ്പുള്ള സാധനം ഉള്ളിൽ കൊണ്ടുപോകാനും പാടില്ല. അവിടുത്തെ വട മുറുക്ക് സാധനങ്ങളെ നമ്മൾ 2-3 പ്രാവശ്യം കാണാൻ ഒപ്പില്ല കേട്ടോ. വൈകുന്നേരം നമുക്ക് അപ്പം ഉള്ളിലുള്ളപ്പോഴൊക്കെ പോയി കാണാൻ ഒപ്പില്ല. അപ്പോൾ അവിടുത്തെ ഏത് പ്രസാദം കഴിച്ചാലും അതിൽ ഉപ്പുണ്ടാവില്ല. പിന്നെ ഭഗവാന്റെ കയ്യിൽ എഴുതിയിട്ടുണ്ട്, കയ്യിൽ ശ്രദ്ധിച്ചാൽ മാം ഏകം ശരണം മൃഗ, എന്നെ മാത്രം ശരണം പ്രാർത്ഥി, ഞാൻ ഇതിനെ കൊണ്ട് രക്ഷിച്ചാണ്, അവർ ടെൻഷൻ വേണ്ടാണ് കയ്യിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ ഒരു സൈഡിൽ ഭൂമി ചെയ്തു, മറ്റേ സൈഡിൽ ഭഗവാന്റെ അച്ഛനും മോള് ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ മധുരമായിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്ത് ഭക്തന്മാരെ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഈ കഥ നമ്മൾ ജസ്റ്റ് കേട്ടാൽ നമുക്ക് സന്തോഷിച്ചിരിക്കില്ലേ? അത് മാത്രമല്ല നമ്മൾ സംസാര ബന്ധനത്തിന് പുറത്തു വരാം. വലിയ വലിയ തപസ്സോ വലിയ യോഗോ ഒക്കെ ഒന്നും വേണ്ട, ജസ്റ്റ് ഭഗവാന്റെ ജീവിതം കേട്ടാലും മതി. ശിവപ്രിയപ്പ ഭഗവാൻ കീ ജയ്. ഭഗവാന്റെ മുന്നിലുള്ള ഒരു കുളത്തിന്റെ പേര് അഹോരാത്ര പുഷ്കരിണി മറ്റ്. സാധാരണ കുളങ്ങൾ പകല് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇതില് അഹോരാത്ര, രാത്രിയും പകൽ എപ്പോൾ വേണമെങ്കിൽ കുടിക്കാമെന്ന്
കുടിച്ചാൽ എല്ലാ പാവങ്ങളും തീർക്കും അതിലുണ്ട്. ശ്രീപ്രിയ പണിക്ക് ജയം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ട് വാട്സാപ്പ്